ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതേക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയുടെ ഉള്ളിലും അതുപോലെ നമ്മുടെ പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ ഏത് നിലവാരത്തിലായിരിക്കണം നമ്മുടെ ബന്ധം, നമ്മുടെ റിലേഷൻ എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ചില കാര്യങ്ങൾ ഈ വചനഭാഗത്ത് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, കാരണം അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ, സഹോദര പ്രീതിയിൽ ഉറ്റിരിപ്പിൻ, അതുപോലെ പ്രതികാരം നമ്മൾ തന്നെ ചെയ്യരുത്, അത് പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുപ്പിൻ എന്നൊക്കെയുള്ള നമ്മുടെ സഹോദരന്മാരോടുള്ള ബന്ധത്തിലുള്ളതും അതുപോലെ തന്നെ പുറത്തുള്ള അവിശ്വാസികളായിട്ടുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്രകാരമുള്ളതായിരിക്കണം. അത് കർത്താവ് പറഞ്ഞതുപോലെ സ്നേഹത്തിലുള്ള അധിഷ്ഠിതമായിരിക്കണം എല്ലാം എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു ആ കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും പല നിലകളിൽ കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, വികലമായിട്ട് അതിനെപ്പറ്റി പല ഇൻ്റർപ്രിട്ടേഷൻ നടത്താറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പോലും പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നീ കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണാനിടയായിരുന്നു. അപ്പോൾ ഈ സ്നേഹത്തിൽ നടക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ സ്നേഹം എന്നുള്ള കാര്യമായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. ആ സ്നേഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് കേവലം ഒരു ചിരിച്ച് ഒരു നല്ല ബന്ധം അവരുമായിട്ട് പുലർത്തുന്നതിൽ മാത്രമല്ല, അവരുടെ ആത്മീയവർദ്ധന എന്നുള്ള ലക്ഷ്യത്തിൽ ഊന്നി ചില സംഘങ്ങളിൽ നമ്മൾ അവരെ പ്രബോധിപ്പിക്കേണ്ടതോ കറക്റ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ലക്ഷ്യബോധത്തോടെയുള്ള ഒരു ബന്ധത്തിലാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയാണ് പ്രതികാരം ചെയ്യുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ ആരെയും കാണുന്നില്ല. ബിജോ ബ്രദർ വന്നിട്ടുണ്ട്, ബാക്കി ഉള്ളവരെ കാണുന്നില്ല. അതുകൊണ്ട് ഈ ചില കാര്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് സൂചിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്കത് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. 13-ാം അധ്യായത്തിൽ ഈ 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ നമ്മൾ കാണുന്നത് അധികാരസ്ഥന്മാരുമായിട്ട് നമുക്കുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അധികാരത്തോട് ഉള്ള ബന്ധത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത് 13-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവർ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവരും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം എന്ന് നമ്മൾ ആ ഭാഗത്ത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു.
അത് നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും ഇത് എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതും നമ്മൾ അക്കൗണ്ടബിളായിട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് നമ്മളെ ഭരിക്കുകയും നമ്മുടെ ഗവൺമെൻറ്റിനോടും നമ്മുടെ മേൽ അധികാരസ്ഥന്മാരായിട്ടിരിക്കുന്ന വ്യക്തികളെയും നമ്മൾ ബഹുമാനിക്കുകയും നിയമങ്ങളെ ബഹുമാനിക്കുകയും അതനുസരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളോട് നമ്മൾ വിധേയരായിട്ടും അതിനോട് ഒരു എന്താ പറയുന്നത്, ഒരു ലോയൽ എന്ന് പറഞ്ഞാൽ ശരിയാ, അതെ, ലോയലായിട്ടും ഇരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, സകല അധികാരങ്ങളെയും വെച്ചിരിക്കുന്നത് ദൈവമാണ് എന്ന് ഇതിൻ്റെ ആദ്യം തന്നെ നമ്മളെ ഓർമ്മ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ എല്ലാ ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കാനും അത് മാത്രമല്ല, നമ്മളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞേക്കാം. നമുക്കറിയാം, AD 57 കൊരിന്തിലോ ഗ്രീസിലോ ഇരുന്നാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആ കാലഘട്ടത്തിൽ കൈസർമാരുടെ ഭരണം നടക്കുകയും പാലസ്തീനും ഇസ്രായേലും ഒക്കെ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്തും അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ഇസ്രായേൽ ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഇസ്രായേലിൽ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ പൗലോസ് ഇത് എഴുതുന്ന സമയത്തും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ അധികാരത്തിന് കീഴിലാണ് ആ ദേശം ഒക്കെ ഇരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ സാമ്രാജ്യത്വങ്ങൾ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യം മാത്രമല്ല, പല നിലകളിൽ ഉള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിയോടുള്ള ബന്ധത്തിലും മറ്റു പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ സാമ്രാജ്യത്വങ്ങൾ നിമിത്തം, അതുപോലെ ആ ഉണ്ടായിരുന്ന റോഡുകൾ, ആ സമയത്തുണ്ടായിരുന്ന മറ്റു പല കൺവെയൻസസ്, ഇതിനെയൊക്കെ ആ നിലയിൽ നമുക്ക് ഒരു വിശാലതയിലേക്ക് വന്നത് ഈ സാമ്രാജ്യത്വങ്ങൾ പലതും വന്നതിന് ശേഷമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലകളിൽ ഇപ്പം വായിക്കുക, ഫിലദൽഫിയയിലുള്ള സഭയുടെ ദൂതൻ എഴുതുക, ആരും അടയ്ക്കാൻ കഴിയാതെ വണ്ണം ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. അത് എന്ന് പറയുമ്പം അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഗ്രീക്ക് ഭാഷയുടെ വ്യാപനത്തിനും ഗ്രീക്ക് ഭാഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി ഗ്രീക്ക് സാമ്രാജ്യത്തിലുള്ള വ്യക്തികൾ വളരെയധികം പ്രയത്നിച്ചിരുന്നെന്നും അതിനുവേണ്ടി പണം ചെലവഴിച്ചിരുന്നെന്നും, അങ്ങനെ കർത്താവ് ഈ സുവിശേഷം അറിയുന്ന അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഈ സമയങ്ങളിൽ ഗ്രീക്ക് ഭാഷയായിരുന്നു ആ മൊത്തം റീജിയനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഷയും. അവിടെ മാത്രമല്ല, പുറത്തും പലർക്കും ഗ്രീക്ക് ഭാഷ ആയിരുന്നു അവിടെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷയുടെ ഐക്യത വന്നതുകൊണ്ട് പല നിലകളിൽ ഈ സുവിശേഷം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് അത് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. എന്ന് മാത്രമല്ല, നമ്മൾ വായിക്കുന്ന ആ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് ഗ്രീക്ക് ഭാഷയുടെ പ്രചരണത്തിന് വേണ്ടി പലരെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതിനോട് കൂടെ സുവിശേഷം കൂടെ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ലഭിച്ചിരുന്നു എന്ന പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ പല നിലകളിലുള്ള നന്മകൾ, ചില സൗകര്യങ്ങൾ ഈ സാമ്രാജ്യത്വങ്ങൾ നിമിത്തം അവിടെ ദൈവത്തിൻ്റെ വചനം അത് പ്രസംഗിക്കപ്പെടുന്നതിനും കൺവേ ചെയ്യപ്പെടുന്നതിനും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ സ്വേച്ഛാധിപതികൾ, ഏകാധിപതികളായിട്ടുള്ള പല രാജാക്കന്മാരെ അവിടെ ഭരിച്ചിരുന്നത് കൊണ്ട് അവരുടെ മാനുഷികമായിട്ടുള്ള നിലയിലുള്ള ചില കുറവുകളും ഇതിനുള്ള ബന്ധത്തിൽ സുവിശേഷത്തിനും അല്ലെങ്കിൽ ദൈവഭക്തന്മാർക്കും പലപ്പോഴും വിലങ്ങുതടിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് ചിന്തിക്കുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട ദൈവഭക്തന്മാരെല്ലാം അതിനെ കണ്ടിരുന്നത്
ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല, അതുകൊണ്ട് എൻ്റെ ദൈവം അനുവദിച്ചിട്ടല്ലാതെ എനിക്കൊരു തിന്മയും സംഭവിക്കുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അവർ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അറിയാമല്ലോ, ദാനിയേൽ ൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സാമ്രാജ്യത്വങ്ങളുടെ ഒരു തുടക്കം. അതിനു മുന്നേ ഉണ്ടായിരുന്നു. നമ്മൾ ഹമ്മറാബിയുടെ കാര്യം വായിക്കുന്നുണ്ട്, അതിന് മുമ്പുള്ള അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കാര്യം വായിക്കുന്നുണ്ട്. എന്നാൽ വളരെ വിശാലമായ നിലയിൽ ഈ സാമ്രാജ്യത്വങ്ങൾ ഉടലെടുത്തത് നെബൂഖദ്നേസറിന്റെ സമയത്താണെന്നും അത് വലിയ വിശാലമായൊരു ഭൂപ്രദേശത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരുന്നെന്നും തുടർന്ന് വന്നിട്ടുള്ള 4 സാമ്രാജ്യത്വങ്ങളെയും കുറിച്ചുള്ള പഠനം നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയും, നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ പുല്ല് തിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവൻ സകല ദേശത്തിലുമുള്ള ആൾക്കാർക്ക് എഴുതി അയച്ച ഒരു എഴുത്തിൽ പറയുന്നത്, എന്നെ ദൈവം ചില അനുഭവങ്ങളിലൂടെ നടത്തി, അത് നിങ്ങൾക്ക് എഴുതുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നെബൂഖദ്നേസർ സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷകൾക്കും എഴുതുന്നത്, നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരുമാറാകട്ടെ. അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്ന നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. എന്താണ് അതിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം അതിന്റെ 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ 7 കാലം ഇങ്ങനെ വന്യമൃഗങ്ങളോടുകൂടെ കാട്ടിൽ ചെലവഴിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ എഴുതിയേക്കാം. പല പ്രാവശ്യം ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അത്യുന്നതനായ ദൈവമാണ് സകല മാനുഷിക അധികാരത്തിന്മേലും വാഴുന്നത് എന്ന് നീ അറിയേണ്ടതിന്. അപ്പൊ ഒരു കാര്യം നെബൂഖദ്നേസറിനെ ഗ്രഹിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെബൂഖദ്നേസറെ, നീ വലിയ ശിരസ് തനി തങ്കം എന്ന് പറയുന്ന പോലുള്ള നിലയിലുള്ള വിശിഷ്ടനായ രാജാവാണ്. എന്നാൽ നിനക്ക് ഈ രാജ്യത്വം തന്നതും നിന്റെ രാജ്യത്വത്തിന്റെ പുറകിൽ നിന്നെ നിർത്തിയിരിക്കുന്നതും അത്യുന്നതനായ ദൈവമാണ്. ഈ ദൈവത്തിന്റെ രാജ്യത്വമാണ് സകല രാജ്യത്തിന്മേലും വാഴുന്നത് എന്ന് നമുക്ക് അവനോട് പറയുന്നത് കാണാനായിട്ട് കഴിയും. തുടർന്നുള്ള ആ മേദ്യ പാർശ്യ സാമ്രാജ്യത്തിലും ഒക്കെയുള്ള പല രാജാക്കന്മാർക്കും ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രകടമാകത്തക്കവണ്ണം ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം ഉപയോഗിക്കുകയും അവര് ദേശത്തുള്ള പലർക്ക് വിവരിച്ച് എഴുത്തുകൾ എഴുതുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അത്യുന്നതനായ ദൈവമാണ് സകലത്തെയും വാഴുന്നത് എന്നുള്ളൊരു പരിജ്ഞാനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പീലാത്തോസിന് മുന്നിൽ കർത്താവ് നിൽക്കുമ്പം കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് വളരെ ചിന്തനീയമായ വാക്കുകളാണ്. പീലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാനും യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവൻ അധികം പാപമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 18-ാം അധ്യായം 36-ാം വാക്യത്തിലും യേശു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് നമ്മളവിടെ കാണുന്നു. അപ്പൊ കൃത്യമായിട്ട് ദൈവം അധികാരം ആണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള നിലയിൽ അവിടെ പറയപ്പെടുന്ന ഈ സകല രാജ്യത്വങ്ങളും, ഏത് സാമ്രാജ്യമാകട്ടെ ഏത് രാജാവാകട്ടെ, ദൈവം തന്റെ ഹിതം പോലെ ഈ ലോകത്ത് വെച്ചിരിക്കുന്നതാണെന്നും ഈ ലോകത്തുള്ള ഈ രാജ്യത്വത്തിന്റെ മേലും വ്യക്തികളുടെ മേലും വാഴുന്ന സ്വർഗീയമായിട്ടുള്ള ഒരു രാജ്യത്വമുണ്ട്, സ്വർഗീയമായ ഒരു രാജാവുണ്ട്, സ്വർഗീയമായ ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളൊരു പരിജ്ഞാനം അവർക്ക് ലഭിച്ചിരുന്നതായി, അല്ലെങ്കിൽ കർത്താവ് അവിടെ അത് വെളിപ്പെടുത്തിയതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതേ അർത്ഥത്തിലാണ് പൗലോസ്ലീഹായും ഇവിടെ പറയുന്നത്. AD 57 നമുക്കറിയാം, ഏകദേശം നീറോയുടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏകദേശം AD 64 എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നു പൗലോസിനെ ഈർച്ചവാളാൽ അറുത്ത് കൊല്ലുന്നത്. അപ്പോൾ ആര് തന്നെ കൊല്ലുമോ, അല്ലെങ്കിൽ ഏത് രാജ്യത്വം തന്നെ മരണത്തിലേക്ക് നയിക്കുമോ, അതൊന്നും പൗലോസിന് വിഷയമുള്ള കാര്യമല്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ ഭക്തന്മാർ അവലംബിക്കേണ്ട ഒരു ശ്രേഷ്ഠമായ നിലപാട് എന്താണെന്നുള്ളത് പൗലോസ്ലീഹായുടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ.
ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. നമുക്കറിയാം ഇതിനോടുള്ള ബന്ധത്തിൽ 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യവും ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കുക ചെയ്യുന്നത്. 1 തിമോഥെയോസ് 2-ാം അധ്യായം എന്നെ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. അവിടെ പറയുന്നത്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നും ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും ഗവൺമെന്റ് എടുക്കുന്ന പല പോളിസികളും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല, ചില നിയമങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. അതിനെതിരെ നമ്മൾ ചിലപ്പോൾ അഭിപ്രായം ഒക്കെ പറയും. ജനാധിപത്യ സമയത്ത് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പണ്ടത്തെ കാലത്ത് അതുപോലൊരു സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ ഇവിടെ പറയുകയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ദൈവപൈതൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാം എന്നാൽ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും ഒക്കെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതിയേക്കുന്നതെന്ന്. എന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായത് അത് അവർക്ക് സമാധാനം ഉണ്ടാകുന്ന കാര്യമല്ല പ്രാഥമികമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. അവർക്ക് സമാധാനം ദൈവം നൽകട്ടെ, അപ്പൊ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തിനാ ഈ നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാമല്ലോ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പല ഉദ്ദേശങ്ങൾ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലുണ്ട്. നമുക്കറിയാം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, നമ്മളെ വെറുക്കുന്നവരും നമ്മളെ പകയ്ക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ എന്താണോ ദൈവഹിതം നിവർത്തിക്കപ്പെടേണ്ടത് അത് ദൈവഹിതം നിവർത്തിക്കപ്പെടുമെന്നുള്ള ഉറപ്പിലേക്കും അങ്ങനെ ഒരു സമൂഹത്തിൽ ദൈവാലോചന പ്രകാരം നമ്മൾ ആയിരിക്കാനും നമുക്ക് ഇടയായി തീരേണ്ടതിനും ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളും നിയമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഹിതം കൂടാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പിലേക്ക് ഒരു ദൈവത്തിന്റെ പൈതൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ചിന്ത അവനെ ഭരിക്കാൻ വേണ്ടി അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാവുന്നത്. ഇതിങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒന്നാമത് സമാധാനം കിട്ടുന്നത് നമുക്കാണ്. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ അങ്ങനെ ഇതാക്കിയതെന്നൊക്കെ നമുക്കറിയാലോ. തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കുന്ന ഭാഗമാണ്. താഴത്ത് നമ്മൾ ഇവിടെ തന്നെ കാണാനായിട്ട് കഴിയും. ടാക്സ് കൊടുക്കുന്നത് ഇന്നലെ നമ്മളത് കണ്ടെന്ന് തോന്നുന്നു. അതെ, 7-ാം വാക്യം, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കുന്നവന് നികുതി, ചുങ്കം കൊടുക്കുന്നവന് ചുങ്കം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഇൻകം ടാക്സ് കൊടുക്കേണ്ട സമയമാണ്. അപ്പം ഈ ടാക്സ് കൊടുക്കേണ്ട സമയം വരുമ്പോൾ നമുക്കെല്ലാം പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സാമാന്യഗതിയിൽ നല്ലൊരു ഇൻകം ഉള്ള വ്യക്തി 40% ടാക്സ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ കൊടുത്തേ പറ്റൂ. അപ്പൊ അതിന്റെ ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത്, ദൈവമേ, അധ്വാനിച്ച കാശ് 40% വേണ്ട പോകുന്നു, ഉറക്ക വളച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ 40% പോകുക. അത് നല്ലൊരു എമൗണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇങ്ങനൊക്കെ നമ്മൾ അന്നത്തെ കാലത്തെ ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമുക്ക് തോന്നുന്നു ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ടാക്സ് അത് ചിലപ്പോൾ തോന്നിപ്പോകും. അത് കാരണം ഈ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനുള്ള ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ ശ്വാസം വലിക്കുന്നതിന് ഒരു ടാക്സ്. അതുപോലെ 10% ഇൻകം ടാക്സ്, നിലത്തിൽ നിന്നുണ്ടാകുന്ന ധാന്യങ്ങൾക്ക്, മുന്തിരിക്ക്, മറ്റു അതിനെല്ലാം 10% വെച്ചുള്ള ടാക്സ്, റോമൻ ടാക്സാ പറയുന്നത്. മീൻ പിടിക്കുന്നതിന് ഉള്ള ടാക്സ്, ഒരു വ്യക്തിക്ക് എത്ര വലയുണ്ടെങ്കിൽ ആ വലയ്ക്കുള്ള ടാക്സ്. ഇനിയിപ്പോ വള്ളം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് ഇല്ലാതിരിക്കത്തില്ല, അതിന് മിക്കവാറും അതിന് ടാക്സ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ മറിക്കുന്നതിന് വരെ ടാക്സ് ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഈ നിലയിലൊക്കെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ ടാക്സ് ചുമത്തിയിരുന്ന ഒരു കാലമായിരുന്നത്. ആൾക്കാർ ടാക്സിന്റെ
ഇതുകൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു കാലത്താ. അപ്പം ഈ നമുക്കറിയാമല്ലോ, ഗവൺമെന്റ് എന്തെങ്കിലും ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് തരുന്ന സമയത്ത് നമുക്കെല്ലാം സന്തോഷമാണ്. എന്നാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമ്പം രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അതുപോലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരുമ്പം നമുക്കൊക്കെ പൊള്ളാനായിട്ട് തുടങ്ങും. ഇതൊരു അനാവശ്യമായി പോയല്ലോ, എങ്ങനെ പോകും എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ അന്നത്തെ കൈസറിന് ടാക്സ് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ തന്നെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. എരിവുകാരെന്ന് പറയുന്ന സെലറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാര് അവരത് കൊടുക്കേണ്ട ആവശ്യമല്ല എന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്നുള്ളത് നമുക്ക് അതിന്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ അതിനോടുള്ള ബന്ധത്തിലായിരിക്കാം അവര് കർത്താവിനോട് വന്ന് ചോദിച്ചത് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ച് കർത്താവ് ഒരുപക്ഷെ ആ നിലപാട് സ്വീകരിച്ചാൽ കർത്താവിനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു എളുപ്പ വഴിയായി എന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീരുമെന്ന് അവർ വിചാരിച്ചു. നോക്കിയാട്ടെ, ഞാനിവിടെ തിമത്തിയോസിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിലയിലുള്ള ഇൽഫീലിംഗ് ഒക്കെ പോയിട്ട്, എൻ്റെ ദൈവമേ, ഈ രാജ്യത്ത് ജനിക്കാനും ഈ രാജ്യത്തെ ഒരു പ്രജയായിട്ടിരിക്കാനും ഈ രാജ്യത്ത് ചില ജോലികൾ ചെയ്യാനും ഈ രാജ്യത്ത് ചില വസ്തുവകകളൊക്കെ സ്വന്തമാക്കാനും പല സൗകര്യങ്ങൾ അനുഭവിക്കാനും ഒക്കെ നീ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ, ഈ നിയമങ്ങൾക്ക് വിധേയനായിരിക്കാൻ നീയാണ് എന്നെ അനുവദിച്ചതെങ്കിൽ, ദൈവമേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഈ നിയമങ്ങളെ ഞാൻ അനുസരിക്കും, എനിക്ക് അതിലൊരു പരാതിയുമില്ല എന്നുള്ള നിലയ്ക്ക് ഒരു മനസ്സമാധാനത്തിലേക്ക് ഒരു ദൈവപൈതൽ വരാനായിട്ട് ഈ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ഇടയായിത്തീരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ അധികാരസ്ഥന്മാരോടുള്ള ബന്ധത്തിൽ ഏറ്റവും നമ്മൾ വായിക്കേണ്ട ഒരു ലേഖനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പത്രോസ്ലീഹ എഴുതുന്ന 1-ാമത്തെ ലേഖനമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖന ഭാഗം. അത് നമുക്കറിയാം, എഴുതുന്നത് നീറോ ചക്രവർത്തി തൻ്റെ പീഡനം സഭയുടെ മേൽ അധികരിപ്പിക്കുകയും പലരെയും കൊല്ലാനും പലരെയും തടവിലിടാനും പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എഴുതപ്പെട്ട ലേഖനമാണ് 1 പത്രോസിന്റെ ലേഖനം. പത്രോസ്ലീഹ എഴുതുന്ന 1-ാം ലേഖനം എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രബോധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ രക്ഷയിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നിങ്ങളിപ്പോൾ അവനെ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രബോധനമാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ പീഡനവും പ്രശ്നങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവസഭ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെങ്കിലും അവിടുന്ന് വണ്ടി വിട്ടു പോകാനോ എങ്ങനെങ്കിലും ഇത് രക്ഷപ്പെടാനോ അല്ല പറയുന്നത്. നമുക്കറിയാം, പത്രോസ്ലീഹ അവരോട് ഉപദേശിക്കുന്നത് ദൈവത്തിന്റെ നാമനിമിത്തം എല്ലാ ശ്രേഷ്ഠ അധികാരങ്ങൾക്കും കീഴടങ്ങുവിൻ എന്നുള്ള പ്രബോധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. അപ്പോൾ സഭയെ പീഡിപ്പിക്കാനും ദൈവമക്കളെ ഉപദ്രവിക്കാനുമായിട്ട് പുതിയ പുതിയ നിയമങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച നീറോ തൻ്റെ അമ്മയെ പോലും ചതിച്ചു കൊല്ലുന്ന ഒരു യൂട്യൂബിൽ ഞാൻ കേൾക്കാനിടയായി തീർന്നു. അത്രമാത്രം ക്രൂരനായിട്ടുള്ള, സ്വന്തം അമ്മയോട് പോലും ആ നിലയിൽ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പലപ്പോഴും നേരത്തെ അറിയാതിരുന്ന പല ചരിത്ര സത്യങ്ങളും ഇതുപോലുള്ള യൂട്യൂബ് ചരിത്രങ്ങളും വീഡിയോകളും ഒക്കെ കൊണ്ട് നമുക്കിപ്പം വളരെ അധികമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത്ര ക്രൂരതയ്ക്ക് വളരെ ഫേമസ് ആയിട്ട് തീർന്ന ഒരു വ്യക്തിയായിരുന്നു നീറോ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ വാളും ചുഴറ്റി തൻ്റെ വാളിനെ മൂർച്ച കൂട്ടി അവൻ ഇരിക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവാണ് ഈ അധികാരസ്ഥനെ വെച്ചതെന്നും ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും പോകത്തില്ല എന്നുള്ളതും എൻ്റെ ദൈവത്തിന്റെ ഹിതം കൂടാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ പരിജ്ഞാനത്തിൽ ഒരു ദൈവപൈതൽ ആയിരിക്കേണ്ടതിന്റെ ആവശ്യവും എന്ന് മാത്രമല്ല, അതിന് പൂർണ്ണമായി കർത്താവിൻ നിമിത്തം കീഴടങ്ങുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ കീഴടങ്ങുക എന്നുള്ളത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കണം. നിങ്ങൾക്ക് കാണാം, എൻ്റെ സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി ദൈവത്താൽ അവനാൽ അയക്കപ്പെട്ടവൻ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. തുടർന്ന് വായിക്കുന്ന 18-ാം വാക്യം 2-ന്റെ 18,
വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും മാത്രമല്ല ശാന്തന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പി. ഇതൊന്നും പലപ്പോഴും നമ്മുടെയൊക്കെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളല്ല. കാരണം ഒരുത്തൻ എന്നോട് നേരെ മര്യാദയ്ക്കൊക്കെ പെരുമാറിയാൽ ഞാനും അങ്ങോട്ട് പെരുമാറും. അവൻ എന്നോട് ചില മോശമായിട്ട് പെരുമാറിയാൽ ഞാനും തിരിച്ചും മോശമായിട്ട് പെരുമാറും എന്നുള്ള ഒരു നിലപാട് എടുക്കാനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞേക്കാണ്, കർത്താവിന്റെ നിമിത്തം പല കാര്യങ്ങൾക്കും കീഴടങ്ങുമ്പോൾ അവിടെ പറഞ്ഞേക്ക ഒരു ഭവനത്തിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ ഉള്ള വ്യക്തികളോടുള്ള പ്രബോധനമാണ്. നല്ല വ്യക്തികൾക്ക് മാത്രമല്ല, ശാന്തന്മാർക്ക് മാത്രമല്ല, മൂർഖന്മാർക്കും കൂടെ ആ കർത്താവിൻ നിമിത്തം കീഴടങ്ങുവേ. നമുക്കറിയാം, ഈ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ പെര കത്തുമ്പോഴാ വാഴ വെട്ടുന്നതെന്ന് പറയുന്ന പോലെ പലപ്പോഴും നമുക്ക് ഇൻഡിസിപ്ലിൻ ഒക്കെ കാണിക്കാൻ പറ്റുന്ന സമയം ഇതുപോലുള്ള സന്ദിഗ്ധ സമയങ്ങളാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഏറ്റവും അധികം ഡിസിപ്ലിനിലും ഏറ്റവും അധികം കീഴടങ്ങലിലും ഏറ്റവും അധികം ദൈവപരിജ്ഞാനത്തിലും ജീവിക്കേണ്ട സമയങ്ങളാണ് ഇതുപോലെ ദൈവസഭ ചില പ്രത്യേക കാലയളവിലൂടെ കടന്നു പോകുന്ന സമയങ്ങൾ. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഒരു ആർമിയിലൊക്കെയുള്ള നിയമം, യുദ്ധമില്ലാത്ത സമയത്ത് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുക, എന്നാൽ യുദ്ധ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ കാണിക്കേണ്ടതായിട്ടുള്ള സമയം എന്ന് പറഞ്ഞതുപോലെ ദൈവസഭ ഏറ്റവും അധികം ഡിസിപ്ലിനിലും ദൈവികമായ പരിജ്ഞാനത്തിലും ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ കീഴടങ്ങി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇവിടെ സംജാതമായേക്കുന്നത്. അപ്പൊ അവിടെ പറയുകയാണ്, ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങും. ഇത് ഇൻഡിസിപ്ലിൻ കാണിക്കാനുള്ള ഒരു സമയമല്ല. പിന്നെ നമ്മൾ തുടർന്ന് വായിക്കുകയാണ്, അതിൻ്റെ 3-ാം അധ്യായത്തില് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കുടുംബത്തിലുള്ള കീഴടങ്ങലിന്റെ അനുഭവം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ദൈവം നമ്മളെ ആക്കി വയ്ക്കുന്ന, അവിടെ നമ്മൾ പ്രത്യേകം വായിക്കുന്ന 4-ാം അധ്യായത്തിൽ വരുമ്പം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, കാരണം ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. തിന്മ ചെയ്തിട്ട് അടികൊള്ളേണ്ട ആവശ്യം എന്താ നമുക്കുള്ളത്? തിന്മ ചെയ്തിട്ട് അടികൊണ്ടാൽ എന്ത് വിശേഷതയുള്ളൂ? എന്നാൽ നാം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്ന് നമ്മൾ കാണുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ കാണുന്ന 3-ന്റെ 15-ാം നിങ്ങളിലൂടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. നിങ്ങളിലുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ച് പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് അവിടെ എഴുതി. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. എന്നിട്ട് ഇടയ്ക്ക് നമ്മുടെ ചില സഹോദരങ്ങൾ ഇവിടെ പറയാറുണ്ട്, 4-ാം അധ്യായം 1-ാം വാക്യം വളരെ ഒരു ഇമ്പോർട്ടന്റ് വചനമാണ്. കാരണം ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് അവിടെ പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, അതെ, ജീവിച്ചിരിക്കുന്നവൻ ഇനി ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് അവൻ മോഹം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്നവിടെ എഴുതിയത്. തുടർന്ന് താഴത്തോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് പുതിയൊരു വെപ്പൺ കിട്ടിയേക്കുക, ഒരു ആയുധം കിട്ടിയേക്കുക. ഒരുത്തൻ ഉപദ്രവിക്കാൻ വരുന്നു, ആ സാറെ ഉപദ്രവിച്ചോ, ഞാൻ അതിന് റെഡിയാ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചോ, ഒരു കുഴപ്പമില്ല. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും ചെയ്തു കളയുമെന്നല്ലേ, അതിനെ ഞാൻ ഭയക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ പാപം തന്നെ അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ രക്ഷപ്പെടാൻ നിൽക്കുകയല്ല ചെയ്യുന്നത്, അതിന് കീഴടങ്ങി ദൈവഹിതപ്രകാരം അതിനുവേണ്ടി അതിൻ്റെ മുന്നിൽ നിന്നുകൊടുക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണാം. എന്നിട്ടാ പിന്നെ തുടർന്ന് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭയിലുണ്ടാവേണ്ട ഒരു അനുഭവം, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, തമ്മിൽ കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം 5-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അങ്ങനെ ദൈവത്തിന്റെ ബലം തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് പറയുക. അപ്പൊ ഈ ദൈവത്തിന്റെ കൈക്കീഴ് താണിരിക്കാനായിട്ട് ഒത്തിരി പേര് റെഡിയാ. ദൈവത്തിന്റെ കരത്തിന് താണിരുന്നേക്കാം,
എന്നാൽ ഈ ദൈവത്തിന്റെ കരം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവത്തിന്റെ കരം കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളില്ല. നമ്മുടെ മേൽ, നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ സഭയിലോ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴടങ്ങുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ കരത്തിന് കീഴടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇതിനൊന്നും നമ്മൾ കീഴടങ്ങാതിരുന്നിട്ട് പിന്നെ ദൈവത്തിന്റെ കരം അന്വേഷിച്ച് കീഴടങ്ങാനായിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് എന്തർത്ഥമാവുള്ളത്? അതിലൊരർത്ഥവും ഇല്ല. അപ്പോൾ അവിടെ പറഞ്ഞേക്ക് ദൈവത്തിന് ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. അതിനുശേഷം ഞാൻ ഒരു രഹസ്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. എങ്ങനെയാണ് ഈ സിംഹത്തിന്റെ വായി പോയി കയറുന്നത്? എങ്ങനെയാ സിംഹം നമ്മളെ വിഴുങ്ങുന്നത്? സിംഹം നമ്മളെ, ഈ അലറുന്ന സിംഹം എന്ന പോലുള്ള പിശാച് നമ്മളെ വിഴുങ്ങാൻ ഇടയായിത്തീരുന്നത് നമ്മൾ ചില്ലറക്കാരനല്ലെന്നും നമ്മൾ ആർക്കും കീഴടങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള നിഗളം നമ്മളിൽ ഉണ്ടാക്കി ദൈവിക വ്യവസ്ഥ അനുസരിച്ച് കീഴടങ്ങി ദൈവീയ അനുഗ്രഹം പ്രാപിക്കുകയും ദൈവഹിതപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യാൻ ഇടയായി തീരാതെ ദൈവിക വ്യവസ്ഥയോട് മറുത്ത് നമ്മൾ ദൈവം വെച്ച അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങാതിരിക്കുമ്പം ദൈവിക വ്യവസ്ഥയോട് നമ്മൾ മറുത്ത് നിൽക്കുകയും അങ്ങനെ നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിക്ഷനും അരുത് എന്ന് വായിക്കുന്ന പോലെ പലപ്പോഴും നമ്മൾ നിഗളിച്ചിട്ട് ഈ പിശാചിന്റെ വായിലേക്ക് അങ്ങ് കയറും. ദൈവീ അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നില്ലെങ്കിൽ വചനത്തിൽ തന്നെ വായിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പൊ ദൈവം വെച്ച അധികാരങ്ങൾക്കും ദൈവം വെച്ച ആലോചനകൾക്കും നമ്മൾ കീഴടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരുടെ വായിലോട്ടാ പോകുന്നത്? പിശാചിന് വാ പിന്നെ എവിടെ അന്വേഷിക്കേണ്ട. നിഗളിച്ചിട്ട് നമ്മൾ ദൈവീക അധികാരങ്ങൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവഭക്തന്മാർക്ക്, ലോകത്തിൽ അധികാരികളായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യക്തികളില് ഇതേ നിലയിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക്, കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഒക്കെ വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങാതിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കയറിപ്പോകുന്നത് അറിഞ്ഞുകൊണ്ട് അവന്റെ വായിലേക്ക് തന്നെയാണ് കയറിപ്പോകുന്നത്. അവന് നമ്മൾ വിഴുങ്ങാനായിട്ട് സ്വയം ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനും കൊന്നുകളയാനുമാണ്. സ്റ്റീൽ ആൻഡ് ടു ഡിസ്ട്രോയ് എന്നാണ് വായിക്കുന്നത്. അതിന്റെ സീക്വൻസ് ഞാൻ വിട്ടുപോയി. അറുക്കാനും മുടിക്കാനും കൊന്നുകളവാനുമായിട്ട്, മോഷ്ടിക്കാനും. അതാ അവൻ സ്റ്റീൽ ചെയ്ത് കളയുക. നമ്മളെ ആദ്യം മോഷ്ടിക്കുക ചെയ്യുന്നത്. നമ്മുടെ ഹൃദയവികാരങ്ങൾ വെച്ച് നമ്മളെ അവൻ മോഷ്ടിച്ചെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പിശാച് നമ്മളെ മോഷ്ടിച്ച് അവന്റെ പോക്കറ്റിൽ നമ്മുടെ നിഗളം മുഖാന്തരം ഇടാതെ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾ കീഴ്പ്പെടുവാനായിട്ട് ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നോക്കിയാട്ടെ, ഞാൻ ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് അത് പറയുന്നില്ല, നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്താലല്ലാതെ ആകയാൽ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവന് ശിക്ഷാവിധി, വാഴുന്നവൻ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. എന്നാൽ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷ. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കണം, 3 പ്രാവശ്യം ഇവർ ദൈവശുശ്രൂഷക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇത് ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു അധികാരമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ദൈവശുശ്രൂഷക്കാരൻ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യാനും തിന്മ ചെയ്യുന്നവനെ എതിർക്കാനും അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കാനുമായിട്ടാണ് ദൈവം അധികാരസ്ഥന്മാരെ വെച്ചേക്കുന്നത്. അധികാരസ്ഥന്മാരെ ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ നമ്മൾ നന്മ ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ് നമ്മളോട് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ നിലയിലുള്ള അധികാരങ്ങൾക്ക് നമ്മൾക്ക് കീഴ്പ്പെടാം, മനസ്സോടെ കീഴ്പ്പെടാം, കർത്താവിൻ നിമിത്തം കീഴ്പ്പെടാം, നിയമങ്ങൾ അനുസരിക്കാം. നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അനുഭവമല്ല. പല അനുഭവങ്ങൾ വായിക്കുമ്പം നമുക്കറിയാമല്ലോ, പലരും ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് കടന്നുപോയി, ഒരു ദൈവദാസന്റെ കാറിൽ കയറി ഇങ്ങനെ പോവുക, പെട്ടെന്ന് വഴിക്ക് വെച്ച് പോലീസ് പിടിച്ചു. നോക്കുമ്പം ഇതിന് ഇൻഷുറൻസും ഇല്ല, ടാക്സും അടച്ചിട്ടില്ല. എനിക്കത് എന്നെയും കൂടെ കൂട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായിട്ട് തോന്നി. ദൈവമേ, അയ്യോ, ഞാൻ എന്തവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു കർത്താവേ എന്നൊക്കെ ഓർക്കത്ത്. കാരണം ദൈവമക്കളായിരിക്കുന്ന ദൈവം നമ്മളെ സൂക്ഷിച്ചോളും എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഇതുപോലുള്ള പല നിയമങ്ങളും
ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വിറ്റ ഒരു കാറ് പോയി ഒരു വ്യക്തിയെ ഇടിച്ച്, എന്നാൽ ഇൻഷുറൻസ് എടുത്തിട്ടായിരുന്നു ഞാനത് കൊടുത്തിരുന്നത്. എന്നാൽ ഞങ്ങൾ ഓണർഷിപ്പ് മാറ്റിയെങ്കിലും എൻ്റെ ഭാര്യയുടെ പേരിൽ തന്നെ ആ കേസ് വരാനിടയായി തീർന്നു. അവർ വ്യാജമായിട്ട് ഞങ്ങളുടെ പേര് തന്നെ, പഴയ പേര് തന്നെ കൊടുത്തു. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കഴിഞ്ഞ ആഴ്ചക്കാലം കടന്നു പോകാനിടയായി തീർന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മൾ ഈ നിയമങ്ങളും കാര്യങ്ങളും, വാഹന നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ടാക്സിൻ്റെ നിയമങ്ങൾ, ഇതൊക്കെ അനുസരിക്കേണ്ടതും നമ്മളത് അനുസരിക്കുന്നില്ല എന്ന് വരുന്നെങ്കിൽ അത് നമ്മുടെ വലിയൊരു കുറ്റമാണെന്നുള്ള ഒരു സംഗതി നമ്മൾ മറന്നു പോകരുതെന്നും, അതൊരിക്കലും ദൈവഹിതവും ദൈവാലോചനയും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ദൈവം സമൂഹത്തിലും സഭയിലും കൂട്ടായ്മയിലും അതുപോലെ എല്ലാ തലങ്ങളിലും ദൈവം വെച്ചിരിക്കുന്ന ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങി മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.